ഷാഡോ റൈറ്റിങ്ങിൻ്റെ ആദ്യത്തെ ബിഗിനർ ലെവൽ മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പേന, ഒരു നോട്ട്ബുക്ക്, പിന്നെ ഒരു ഗ്രാമറിൻ്റെ ടെക്സ്റ്റ്, എക്സാമ്പിൾ ഫിൽഡ് ആയിട്ടുള്ള ഗ്രാമറിൻ്റെ ടെക്സ്റ്റ്. ഈ കാണുന്നതെല്ലാം എക്സാമ്പിൾസാണ്. 10 × 10 makes 100. ഇത് തെറ്റിയതുകൊണ്ട് തന്നെ ഇത് ഞാൻ ക്രോസ് ചെയ്യാണ്. അവസാനത്തെ തിങ്കളാഴ്ച ഓഗസ്റ്റ് മാസത്തിൽ ഇൻ ദി UK. എനിക്ക് മീനിങ് മനസ്സിലായി. ഇനി ഇത് എനിക്ക് ഷാഡോ റൈറ്റ് ചെയ്യണം. ഷാഡോയിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഓൺലൈൻ കണ്ടന്റ് എടുത്തതിന് ശേഷം നാറ്റീവ് സ്റ്റൈലിൽ സംസാരിക്കുന്ന ഒരാളുടെ സംസാരം അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തു. അയാൾ പറയുന്ന അതേ സൗണ്ടിലും അതേ സ്ട്രെസ്സിലും അതേ ഇൻറ്റോണേഷനിലും അതേ സ്റ്റൈലിലും അതേ ആംപ്ലിറ്റ്യൂഡിലും നമ്മൾ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്തു. അതാണ് ഷാഡോയിങ് നമ്മൾ ചെയ്തത്. ഷാഡോ റൈറ്റിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിട്ടൺ കണ്ടന്റ് എടുത്തു, ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ടുള്ള റിട്ടൺ കണ്ടന്റ് എടുത്തു. അതിനുശേഷം അതിലുള്ള എക്സാമ്പിൾസ് വായിച്ച് മനസ്സിലാക്കി, വൊക്കാബുലറി മനസ്സിലാക്കി, അതിൻ്റെ ഗ്രാമർ മനസ്സിലാക്കി. അതിനുശേഷം ആ റിട്ടൺ കണ്ടന്റ് നോക്കാതെ എന്താണോ മനസ്സിലാക്കിയത് അത് മനസ്സിൽ നിന്ന് എടുത്തിട്ട് റൈറ്റ് ചെയ്യാൻ നോക്കി. ഇതാണ് ഷാഡോ റൈറ്റിംഗ്. ഷാഡോയിങ്ങിൽ നമ്മൾ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കില്ലാണ് ട്രെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഷാഡോ റൈറ്റിംഗിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ലാണ് ട്രെയിൻ ചെയ്യുന്നത്. ഷാഡോയിങ്ങിൽ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ ഷാഡോ റൈറ്റിംഗിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് ട്രെയിൻ ചെയ്യുന്നത്. ഷാഡോയിങ് പ്രാക്ടീസിൽ അറ്റ് എ സിംഗിൾ ടൈം ഒരൊറ്റ എഫേർട്ടിൽ ലിസണിങ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലുമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഷാഡോ റൈറ്റിംഗിൽ അറ്റ് എ ടൈം സിംഗിൾ എഫേർട്ടിൽ റീഡിംഗ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന് കൂടെ എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് ഗ്രാമറും പഠിക്കും, വൊക്കാബുലറിയും പഠിക്കും. ആക്ച്വലി 3 ലെവലാണ് നല്ലത്. ഫസ്റ്റത്തെ ബിഗിനേഴ്സ് ലെവൽ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ അറ്റ് എ ടൈമിൽ 2 ബെനിഫിറ്റാണ് കിട്ടുന്നത്. റീഡിങ്ങും പഠിക്കും, റൈറ്റിങ്ങും പഠിക്കും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ടൈപ്പിംഗ് മെത്തേഡ്. ഇതിൽ അറ്റ് എ ടൈം 3 ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. റീഡിങ്ങും റൈറ്റിങ്ങും ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി നമുക്ക് കിട്ടും. മൂന്നാമത്തെ മെത്തേഡാണ് ഡോക്യുമെൻറ്റ് ബിൽഡിംഗ്. ഈ ഒരു മെത്തേഡിൽ റീഡിങ്ങും റൈറ്റിങ്ങും അതിൻ്റെ കൂടാതെ ഒരു എക്സ്ട്രാ 2 ബെനിഫിറ്റ് കൂടി നമുക്ക് കിട്ടും. ഇതൊരു പ്രോ ലെവലാണ്. അപ്പോൾ ആദ്യം ബിഗിനേഴ്സ് ലെവലിൽ തുടങ്ങാം. ബിഗിനേഴ്സ് ലെവൽ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ മെത്തേഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നോട്ട്ബുക്ക് ആവശ്യമുണ്ട്, ഒരു ഗ്രാമർ ടെക്സ്റ്റ് ആവശ്യമുണ്ട്. ഈ ഗ്രാമർ ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് വേണം. ഗ്രാമറിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഈ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ തന്നെ ബിൽഡ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ലെവലായിട്ടുള്ള ഡോക്യുമെൻറ്റ് ബിൽഡിംഗ് മെത്തേഡിൽ എനിക്ക് കിട്ടിയൊരു ആഡഡ് ബെനിഫിറ്റാണ് ഈ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഈ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് ഷാഡോ റൈറ്റിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹാർഡ് കോപ്പി വേണം, പിന്നെ ഒരു പെന്നും വേണം. അപ്പോൾ ഈ ഹാർഡ് കോപ്പി ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം ഗ്രാമർ ടെക്സ്റ്റ് ഓൺലൈനായിട്ട് കാംബ്രിഡ്ജ് ഡിക്ഷണറിൻ്റെ ഗ്രാമർ പേജിൽ പോയാൽ കിട്ടും. അവിടെ ഗ്രാമർ എക്സ്പ്ലനേഷൻ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഉണ്ട്. ഇതിൽ എക്സാമ്പിൾസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾസ് ആകുമ്പോൾ ഒരു റിയൽ ലൈഫ് സിനാരിയോനെ കണക്ട് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ഫ്രേസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് മെമ്മറിയിൽ കയറിയാൽ ആ ഫ്രേസ് മനസ്സിലായിക്കൊണ്ട് ബൈഹാർട്ടായാൽ ഇതേ സിറ്റുവേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവസരങ്ങൾ വരുമ്പോൾ ഈ ഒരു മനസ്സിലാക്കി അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്ത ഫ്രേസ് അതേപോലെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് സബ്ജക്റ്റ് മാറ്റിയിട്ട് അല്ലെങ്കിൽ വെർബ് മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോസിഷൻ മാറ്റിയിട്ട് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അഡ്വാൻറ്റേജ്. ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ,